പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്ന അപ്പോസ്റ്റലിക് ഡോക്ട്രിൻസിനെ കുറിച്ചാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് നമ്മൾ ചിന്തിക്കാനിടയായി. വീണ്ടും ജനിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ് പിതാവിനെ വിശ്വസിക്കാനുള്ള ആ അതിവിശുദ്ധ വിശ്വാസം. ഫെയ്ത്ത് കംസ് ആസ് എ റിസൾട്ട് ഓഫ് റീജനറേഷൻ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുമ്പോൾ നമുക്ക് ദൈവം തരുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതല്ലാതെ കോമൺ വിശ്വാസങ്ങൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. എന്നാൽ രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ഒരു ദാനമാണ്. അത് ഉൾക്കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന പുതിയ ലോകത്തിൻ്റെ കാഴ്ചകൾ, നിത്യമായ ദൈവ രാജ്യത്തിൻ്റെ കാഴ്ചയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. വി നോ സർട്ടൻ തിങ്സ് ദാറ്റ് വി ഡിഡ്ന്റ് നോ പ്രീവിയസ്ലി. വി ഹാവ് സീൻ സംതിങ് ദാറ്റ് വി ഹാവ് നെവർ എക്സ്പീരിയൻസ്ഡ്. ആൻഡ് ദിസ് ന്യൂ ലൈഫ് വി ലീവ് ബൈ ഫെയ്ത്ത്. ഈ പുതിയ ജീവിതം നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമായി മനസ്സിലാക്കുവാൻ എളുപ്പമായിട്ടുള്ള കാര്യമല്ല, അൺലെസ് യു ഹാവ് ദാറ്റ് ഫെയ്ത്ത്. കാരണം നമ്മളിവിടെ ഇരിക്കുന്നത് തന്നെ ഒരു ഫെയ്ത്തിലാണ്. ഒരു സുനാമി വരാം, ഒരു ഭൂകമ്പം വരാം, ഏത് സമയത്തും പോകാം. ഇതൊന്നും ഇടിഞ്ഞാടില്ല, നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ അവിടെ അതിനകത്ത് വിഷമൊന്നും കലർന്നിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കഴിക്കുന്നത്. ജീവിതത്തിലെല്ലാം വണ്ടി ഓടിക്കുമ്പോഴും അങ്ങനെ തന്നെ, എല്ലാം നമ്മുടെ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. വിശ്വാസമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വിശ്വാസം ഇല്ലാതെ പോകുന്ന ഒരു മാനസിക രോഗമാണ്. നമുക്കറിയാം, പല കുടുംബങ്ങളിലും വിശ്വാസം ഇല്ലാതെ പോകുന്നത് ഒരു ഡിസീസിൻ്റെ ഭാഗമാണ്. വി ഹാവ് ടു ബിലീവ് സോ മെനി തിങ്സ്. അതെല്ലാം നമ്മുടെ നാച്ചുറൽ ലൈഫിൻ്റെ ഒരു ഫങ്ഷനാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ നാച്ചുറൽ ലൈഫിൽ നിന്ന് വരുന്ന ഒന്നല്ല. നമ്മൾ ചുറ്റും കാണുന്ന കാഴ്ചകളിൽ നിന്നുണ്ടാകുന്നതല്ല, നമുക്ക് ലഭിക്കുന്ന പരിശീലനത്തിൽ നിന്ന് വരുന്നതല്ല. അത് തികച്ചും ദൈവത്തിൻ്റെ ദാനവും പുതിയ മനുഷ്യൻ്റെ ഒരടയാളവുമാണ്. എന്നാൽ ഈ വിശ്വാസം വർക്ക് ചെയ്യുന്നത് എപ്പോഴും മാനസാന്തരത്തോട് ചേർന്നാണ്. ഫെയ്ത്ത് ആൻഡ് റിപ്പൻറ്റൻസ് ഓൾവേസ് കംസ് ടുഗദർ. എല്ലാ സമയത്തും ഒന്നിച്ച് വരുന്ന കാര്യമാണ് റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത്. ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യമല്ല. ഇഫ് യു ഹാവ് ഫെയ്ത്ത് യു ഓൾസോ ഹാവ് റിപ്പൻറ്റൻസ്. ഈ അനുതാപവും മാനസാന്തരവും മാനസാന്തരവും വിശ്വാസവും ഒരേ സമയത്ത് ഒരാളിൽ പ്രവർത്തിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ ഇത് മാനസാന്തരത്തെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ പഠിപ്പിക്കലുകളിൽ ഒന്നാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം. പുതിയ നിയമത്തിലൊരു വിശ്വാസി എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്? പഴയ നിയമത്തിലെ പ്രമാണങ്ങളായിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രമാണം ലംഘിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വിഷമിച്ചാൽ മതിയായിരുന്നു. പലപ്പോഴും നമ്മുടെ മാനസാന്തരം നമ്മൾ തെറ്റ് ചെയ്തു പോയി എന്നുള്ളതാണ്. എന്നാൽ ഈ പുതിയ നിയമത്തിലെ മാനസാന്തരം അങ്ങനെയല്ല. അത് നമ്മൾ തന്നെ തെറ്റായതുകൊണ്ട് വി റിപ്പന്റ് അബൌട്ട് ഈവൻ ഗുഡ് തിങ്സ്, ഈവൻ തിങ്സ് ദാറ്റ് വി അസ്യൂം ടു ബി ഗുഡ്. അതെങ്ങനെയാണ് 3-ാം അധ്യായത്തിൽ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫിലിപ്പി ലേഖനത്തിൽ നമുക്ക് നോക്കാം. അവിടെ അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, For we are the circumcision who worship by the Spirit of God and glory in Christ Jesus and put no confidence in the flesh. നാം ആണ് പരിച്ഛേദനക്കാർ. എന്തുകൊണ്ടാണ്? ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പുകഴുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ പഴയ നിയമത്തിലെ സർക്കംസിഷന് പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പുറമേ ഉള്ള ഒരു ഛേദന, ഒരു പരിച്ഛേദനയായിട്ടല്ല, നമ്മുടെ പഴയ ജഡത്തെ മുറിച്ച് കളയുന്നതായിട്ടാണ്. വി ഹാഡ് സോ മെനി തിങ്സ് ഇൻ അവർ ഫ്ലഷ് ഓൺ വിച്ച് ഹി ഹാഡ് കോൺഫിഡൻസ്. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യമോ ബുദ്ധിയോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ, എല്ലാം നല്ല കാര്യങ്ങളാണ്. നമ്മുടെ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെ ചിലപ്പോൾ പറയില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ദർ ഇസ് സംതിങ് ടു ഗ്ലോറി. അതൊക്കെ തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്.
ഒത്തിരി പുകഴാൻ പൗലോസിനുണ്ടായിരുന്നു. അതൊന്നും മോശം കാര്യങ്ങളായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥ പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ കള്ളുകൂടിയും ഇങ്ങനെയുള്ള അനാവശ്യമായ മോറലി റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതല്ല ഇവിടുത്തെ അനുതാപം എന്ന് ഉദ്ദേശിക്കുന്നത്. ഫ്ലഷിൻ്റെ എല്ലാ പ്രവൃത്തികളോടും അനുദപിക്കുന്നതാണ്. ഇപ്പോൾ ഫ്ലഷിൻ്റെ എല്ലാ പ്രവൃത്തികളും എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, ഒത്തിരി പുകഴാവുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്ത ഒത്തിരി സൽപ്രവൃത്തികളുണ്ട്. ഇതിനോടെല്ലാം എങ്ങനെയാണ് അനുദപിക്കുന്നത്? ഇവിടെ പൗലോസ് പറയാണ്, ഈ പഴയ ഫ്ലഷിനകത്ത് എനിക്ക് പുകഴുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ പുകഴാനുള്ള ഒത്തിരി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ, ടാലൻറ്റുകൾ. നിങ്ങൾ പലപ്പോഴും കേൾക്കത്തില്ലേ, ടാലൻറ്റ് ദൈവത്തിനായിട്ട് ഉപയോഗിക്കണം. ചെറുപ്പത്തിലെ പിള്ളേർ പാട്ട് പാടാൻ കഴിവുള്ള പിള്ളേരെ കണ്ടുപിടിക്കുന്നു, പ്രസംഗിക്കാൻ കഴിവുള്ള പിള്ളേരെ കണ്ടുപിടിക്കുന്നു. പക്ഷെ അവരൊന്നും പിന്നെ എങ്ങും കാണുന്നില്ല. കാരണം ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലൻ്റ് ഉള്ളവരല്ല ദൈവം ഉപയോഗിക്കുന്നത്, തകർന്ന ഹൃദയമുള്ളവരെയാണ്. ദൈവത്തിന് മനുഷ്യൻ്റെ ടാലൻറ്റിനേക്കാളും ഉപയോഗിക്കാൻ പറ്റുന്ന തകർന്ന നുറുങ്ങിയ ഹൃദയങ്ങളെയാണ്. നമുക്കുള്ള കഴിവുകളെക്കുറിച്ച് അനുദപിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നമുക്കുള്ള നന്മകൾ, നമ്മൾ ചിന്തിക്കുന്ന താലന്തുകളെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ വിലപിക്കുന്നത്, നമ്മൾ അനുദപിക്കുന്നത്? പൗലോസ് പറയാണ്, എനിക്ക് ഒത്തിരി പുകഴാനുണ്ടായിരുന്നു, എല്ലാം നല്ല കാര്യമായിരുന്നു. പക്ഷെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് എനിക്ക് വെളിവ് വന്നപ്പോൾ ഇതെല്ലാം ഒന്നുമില്ലാത്തതായിട്ട് എനിക്ക് തോന്നി. ഇതെല്ലാം അഫലമായി, പ്രയോജനമില്ലാത്തതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് വി ആർ റിജക്റ്റിംഗ് എവ്രിതിങ് ബിലോങ്ങിങ് ടു ദ ഫ്ലഷ്. എൻ്റേതെന്ന് ഞാൻ ചിന്തിക്കുന്ന നല്ലതും ചീത്തയുമായ സകലതിനെയും, കാരണം അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉറവിടം പാപമാണ്. അപ്പോൾ പാപത്തിൽ വേരൂന്നി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ പഴയ ഞാൻ, അതിനോട് മുഴുവനുമാണ് പൗലോസ് പറയുന്നത്, ഞാൻ അതിനെ ചവറെന്ന് എണ്ണുന്നു. അതിനാണ് റിപ്പൻറ്റൻസ് പറയുന്നത്. സോ ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഈ റിപ്പൻറ്റൻസിനെ നമുക്ക് വേറൊരു രീതിയിൽ മനസ്സിലാക്കാം. അത് ഒരു മുറിച്ചു മാറ്റലായതുകൊണ്ട് ഇറ്റ് ഓൾസോ സിഗ്നിഫൈസ് ഐഡൻറ്റിഫൈയിങ് വിത്ത് ദി ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഒരു ആശയം നമുക്ക് കാണാം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സ്നാനത്തിൻ്റെ സമയത്തൊക്കെ സാധാരണ വായിക്കുന്ന ഒരു വാക്യമാണ്. എന്നാൽ ഇത് സ്നാനത്തെക്കുറിച്ചല്ല ഈ വാക്യം പറയുന്നത്. സ്നാനം എന്ന ആ കാര്യം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ള പ്രിൻസിപ്പൾ അവിടെ പറയുന്നുണ്ടെങ്കിലും ദ മെയിൻ ടോപ്പിക് 6-ാം അധ്യായത്തിൻ്റെ ആ ആദ്യ ഭാഗങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതല്ല, യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നതിനെക്കുറിച്ചും നാം അവനോടുകൂടെ മരിച്ചവരെന്ന് എണ്ണുന്നതിനെക്കുറിച്ചുമാണ്. അങ്ങനെ 11-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 6:11 ആകയാൽ നാം പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുക. കൗണ്ട് യുവർ സെൽഫ്, റെക്കൺ ദാറ്റ് യു ആർ ഡെഡ് ടു സിൻ. അപ്പോൾ നമ്മൾ എം ടി ആയിട്ട് അങ്ങനെ റെക്കൺ ചെയ്യുന്നതല്ല, സങ്കല്പിച്ചെടുക്കുന്നതല്ല. ഇറ്റ് റിയലി ഹാപ്പൻഡ്. വി ആർ ഡെഡ് ടു സിൻ. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നോ ദാറ്റ് വി വെർ എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ആദാമിൽ നമ്മൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആദമിൻ്റെ പാപത്തിലെല്ലാം ഓഹരിക്കാരായതുപോലെ യേശു ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിലും നമ്മൾ അവകാശികളാണ്. ബൈ വൺ മാൻസ് ഒബീഡിയൻസ് വി ഹാവ് ഓൾ ബിക്കം റൈച്ചസ്. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മളന്ന് ജനിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കർത്താവ് കാണുന്ന ആ കാഴ്ചയിൽ വി ആർ ഓൾസോ ക്രൂസിഫൈഡ് അലോങ് വിത്ത് ഹിം. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? 6:6 എന്താ പറയുന്നത്? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. When Christ was crucified, my old flesh was also crucified along with him. But I was not still alive. ഞാൻ ഈ ഭൂമിയിലില്ല, ജനിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ അതങ്ങനെയാണ് നിത്യതയിൽ ദൈവം കാണുന്നത്. God sees us as
crucified along with Christ. അപ്പോൾ ഈ ക്രൂശി, ഈ 6-ാം വാക്യത്തിൽ പറയുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. അടുത്ത വാക്യം, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? മരിക്കുക എന്നുള്ളതാണ്. ദർ ഇസ് നോ അതർ വേ. ആ മരണത്തിൻ്റെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ നമുക്ക് പാപത്തെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ബിക്കോസ് അവർ നേച്ചർ ഈസ് സോ ഫിൽത്തി ആൻഡ് ഫുള്ളി സിൻഫുൾ. അതിന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ഈ ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാവുക എന്നുള്ളതാണ്. വെൻ ഹി ഡൈഡ് ഐ ഓൾസോ ഡൈഡ്. 2 കൊരിന്ത്യർ ലേഖനം 5:14 എന്താ പറയുന്നത് നോക്കി? ഫോർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺട്രോൾസ് അസ്. ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ അങ്ങനെയാണ്, ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺട്രോൾസ് അസ്. മലയാളം ബൈബിളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. പഴയ ട്രാൻസ്ലേഷൻസിൽ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് അസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് അസ്. ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തിനു വേണ്ടി നിർബന്ധിക്കുന്നു? ബിക്കോസ് വി ദസ് ജഡ്ജ് ദാറ്റ് ഇഫ് വൺ പേഴ്സൺ ഡൈഡ് ഫോർ ഓൾ we were all dead. ഒരുവൻ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. എല്ലാവരും മരിച്ചു എന്ന് നമ്മളെ ആരാ നിർബന്ധിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിച്ച് പറയാണ്, നിങ്ങളും എൻ്റെ കൂടെ മരിച്ചവരാണ്. യു ഹാവ് ഹാഡ് ദാറ്റ് സ്പിരിച്വൽ സർക്കംസിഷൻ. ഇവിടെ നിന്നാണ് നമ്മുടെ ഫെയ്ത്തും മാനസാന്തരവും ഒന്നിച്ച് നീങ്ങുന്നു എന്ന് ഞാൻ പറയാൻ കാരണം. അതുകൊണ്ട് ഞാൻ ഫെയ്ത്തിൽ പറയുകയാണ്, ഇറ്റ് ഇസ് നോ ലോങ്ങർ ഐ ഹു ലിവ്. കാരണം എന്താ? ഞാൻ മരിച്ചു. ഇത് എനിക്ക് എന്നെ നോക്കുമ്പം ഞാൻ മരിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വിശ്വാസത്തിൽ നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, വെൻ വൺ മാൻ ഡൈഡ് ഫോർ മീ ഐ ഓൾസോ ഡൈഡ് വിത്ത് ഹിം. ഇപ്പം ഞാൻ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 4 കുട്ടികളായിരുന്നു. 4 കുട്ടികളെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു. ഈ 4 കുട്ടികൾക്കും ഫീസ് അടയ്ക്കുന്നു. ഫീസ് അടയ്ക്കുമ്പം ഈ രസീത് ആരുടെ പേരിലാണ് വരുന്നത്? നിങ്ങൾ പിള്ളേർക്ക് ഫീസ് അടയ്ക്കുമ്പോൾ രസീത് ആരുടെ പേരിലാണ് വരുന്നത്? പിള്ളേരുടെ പേരിലേ വരുള്ളൂ. നിങ്ങളുടെ പേരിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി കൊടുത്താലും നിങ്ങളുടെ പേരിൽ ഒരു രസീത് തരില്ല. കാരണം നിങ്ങളുടെ പേരവിടെ രജിസ്റ്ററിലില്ല. രജിസ്റ്ററിലുള്ളത് പിള്ളേരുടെ പേര്, അതിൻ്റെ പേരിൽ രസീത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ മരിച്ചത് കർത്താവാണെങ്കിലും ഈ മരിച്ചു എന്നുള്ള രസീത് ആർക്കത് കിട്ടിയേക്കുന്നത്? കിട്ടിയിട്ടുണ്ടോ? ആർക്ക് വേണ്ടിയാണ് മരിച്ചത്? ആർക്ക് വേണ്ടിയാണ് കർത്താവ് ഫീസ് അടച്ചത്? ആർക്ക് വേണ്ടിയാണ് ഒബീഡിയൻസ് പൂർത്തിയാക്കിയത്? അപ്പോൾ നമുക്കൊരു രസീത് കിട്ടിയിട്ടുണ്ട്. എന്താ അത്? മരിച്ചു. ഈ മരിച്ചു എന്നുള്ള രസീത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിനെയാണ് റെക്കൺ എന്ന് പറയുന്നത്. അതായത് ഞാനിത് നോക്കി പറയാണ് ഐ ഡൈഡ്. പക്ഷെ ഇതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ റിപ്പൻറ്റൻസ് നമുക്ക് എളുപ്പത്തിൽ വരുന്ന ഒരു സാധനമല്ല. ഈ റിപ്പൻറ്റൻസിലൂടെ നമ്മളെ നടത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല കഷ്ടതകളെ, ക്രൂശുകളെ ഉപയോഗിക്കും. കാരണം ഡെത്ത് ഹാപ്പൻസ് ഓൺലി ഓൺ ദ ക്രോസ്. അപ്പൊ ഡെത്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരണമെങ്കിൽ നമുക്ക് ക്രൂശ് വേണം. റോമാലേഖനം 6:3 എന്താ പറയുന്നത്? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ബാപ്റ്റൈസ്ഡ് ഇൻ ടു ഹിസ് ഡെത്ത് എന്ന് പറയും. പക്ഷെ മലയാളത്തിൽ പറയുമ്പം സ്പീക്സ് അബൌട്ട് എ പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തം. പങ്കാളിയാവുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ 2 പേര് കൂടി ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു കട സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരാൾക്ക് അതിലൊരു പാർട്ട്ണർക്ക് അതിന് എന്ത് അവകാശമുണ്ട്? ഇതിൻ്റെ പങ്കാളിത്തമുണ്ട് മറ്റേ ആളുമായി ചേർന്ന്, അല്ലേ? അതുപോലെ കർത്താവിനോട് ഞാൻ പറയുകയാണ്, കർത്താവേ, നിന്റെ മരണത്തിൻ്റെ ഒരു ഷെയർ എനിക്കുള്ളതാണ്. ആ പങ്കാളിത്തത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുക? കർത്താവിനോട് ചോദിക്കുകയാണ്, അവൻ്റെ മരണത്തിൽ പങ്കാളിയാകാൻ വേണ്ടി ഞാൻ അവനോട് ചേർന്നിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് ചേർന്ന പല ആൾക്കാരും ഗലീലയിലും ഗന്നസരത്തിലും കപർണഭൂമിലും ഒക്കെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന കണ്ടിട്ട് അവൻ്റെ പിന്നാലെ പോയവരാണ്. എന്നാൽ അവനോട് ചേരേണ്ടവർ എവിടെ ചേർന്നാലേ പറ്റുള്ളൂ? ഈ മരണത്തിൽ പങ്കാളിയായാൽ മാത്രമേ ക്രിസ്തുവിനോട് ശരിക്കും ചേരാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ഇത്രയും മീറ്റിങ്സ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു, പ്രോസ്പെരിറ്റിക്കാർ പ്രസംഗിക്കുന്നു. അവിടെ എല്ലാം യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ആൾക്കാർ പോകുന്നു ക്രൂശിലെ മരണത്തിൽ പങ്കാളികളായിക്കൊണ്ടല്ല,
യെരുശലേമിലോ അല്ല ഗലീലയിലോ കഫർനഹൂമിലോ ഒക്കെയുള്ള അത്ഭുതങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. ഇവിടെ പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നു? അവൻ്റെ മരണത്തോട് ചേർന്നിരിക്കുന്നു. വി ആർ ബാപ്റ്റൈസ്ഡ്, യുണൈറ്റഡ് ഇൻ ടു ഹിസ് ഡെത്ത്. വി ആർ പാർട്ട്നേഴ്സ് ഇൻ ഹിസ് ഡെത്ത്. അപ്പോൾ കർത്താവ് മരിച്ചപ്പോൾ എൻ്റെ മരണമായത്, എൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണമായി അത് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം ഐ ഹാവ് ടു റെക്കൺ മൈസെൽഫ് ഡെഡ് ടു സിൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് പരിശോധിക്കുന്നത്? നമുക്കറിയാം, കാൽവരി ക്രൂശിൽ കർത്താവ് മരിക്കുമ്പോൾ യേശു കർത്താവ് ശരിക്കും മരിച്ചോ ഇല്ലയോ എന്ന് പട്ടാളക്കാരെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെയാ? ഒരു കുന്തം എടുത്ത് കുത്തി നോക്കിയപ്പോൾ വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും ഒഴുകി കർത്താവ് മരിച്ചു എന്ന് അവർ കൺക്ലൂഡ് ചെയ്തു. നമ്മളും മരിച്ചു എന്നല്ലേ ഇപ്പം പറഞ്ഞത്? മരിച്ചോ? മരിച്ചു. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആൾക്കാരെങ്കിലും കുത്തി നോക്കിയാൽ പോരെ? കുത്തി നോക്കുമ്പോൾ ആരുടെ എന്നെ കുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ മരിച്ചിട്ടില്ല. മരിച്ചോ നീതി അന്വേഷിച്ച് എവിടെയും പോവോ? ഇല്ല. ആ ചർച്ച ചെന്നിട്ട് എന്നെ അവരൊന്ന് ബഹുമാനിച്ചില്ല പാസ്റ്ററെ എന്ന് പറയുമ്പം മരിച്ചവന് ബഹുമാനം വല്ലതും വേണോ? വേണ്ട. മരിച്ചുപോയ ആളെ എന്ത് ബഹുമാനിക്കാൻ? പരാതികളില്ല. ബിക്കോസ് ഹീസ് ഡെഡ്. ഇത് നമ്മൾ വിശ്വാസത്താൽ പറയാം, ഐ ഡൈഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ പാപത്തിൻ്റെ പവറാണ് തകരുന്നത്. ബിക്കോസ് ഐ എം നോ ലോങ്ങർ അലൈവ് ടു സിൻ. വീട്ടിൽ ഭർത്താവ് കള്ളു കുടിച്ചു വന്ന് ഭാര്യയ്ക്കിട്ട് എല്ലാ ദിവസവും ഇടിയാൻ. ഭാര്യ നല്ല വർത്താനം തിരിച്ചും പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഭാര്യ മിണ്ടുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? ഷീ ഡൈഡ്. മരിച്ചു. പക്ഷെ ക്രിസ്തുവിലാണ് മരിക്കുന്നതെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവൻ്റെ മരണത്തിൻ്റെ സദൃശത്തോട് ഏകീഭവിച്ചവരായാൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സദൃശത്തോട് ഏകീഭവിക്കും. ഇവിടെ ആൾക്കാർ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളത്തിനകത്ത് കുഴിച്ചിടുന്നത് മരണം, ശവമടക്ക്, എഴുന്നേറ്റ് ഇങ്ങ് പോരുന്നത് പുനരുത്ഥാനം എന്ന് ആൾക്കാർ വിചാരിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, അതല്ല പുനരുത്ഥാനത്തിൻ്റെ സദൃശം. എഴുന്നേറ്റ് പോരുന്ന ചത്തുപോകാതിരിക്കാൻ വേണ്ടിയാ. അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, നാം അവൻ്റെ മരണത്തിൻ്റെ സദൃശത്തോട് ഏകീഭവിച്ചവരായാൽ പുനരുത്ഥാനത്തിൻ്റെ സദൃശത്തോടും ഏകീഭവിക്കും. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ, അതല്ലേ പുനരുത്ഥാനം? ജീവിച്ചെഴുന്നേറ്റതുപോലെ നമ്മളും വെള്ളത്തിൽ നിന്ന് കയറി വരാൻ വേണ്ടിയാണെന്നാണ് എഴുതിയേക്കുന്നത്. അല്ല, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ സദൃശം എന്തുവാ? ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നത്. അപ്പോൾ സ്നാനപ്പെടുന്നത് ഞാൻ കർത്താവിൻ്റെ കൂടെ മരിച്ചു എന്ന് അക്നോളജ് ചെയ്യുകയും, ഈ മരണത്തിൽ പഴയ മനുഷ്യൻ മരിക്കുമ്പോൾ ആ മരണത്തോട് കൂടെ ക്രിസ്തുവിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ആ മരണത്തിൻ്റെ സദൃശത്തോട് നമ്മൾ ഏകീഭവിച്ചാൽ എന്ത് സംഭവിച്ചിരിക്കും? ഈ പുനരുത്ഥാനത്തിൻ്റെ സദൃശമായ ഈ പുതിയ ജീവനോടും ഞാൻ ഏകീഭവിച്ചിരിക്കും. ഇതാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, അവൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കണം എന്ന് പറയുന്നു. അത് 9-ാം വാക്യത്തിലാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിൻ്റെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിനെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും കണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ നേടുന്നത് അങ്ങനെയാണ്, ബൈ പാർട്ടേക്കിംഗ് ഇൻ ഹിസ് ഡെത്ത് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ ആൻഡ് പാർട്ടേക്കിംഗ് ഇൻ ഹിസ് സഫറിങ്സ്. ഇങ്ങനെയാണ് നമ്മൾ കർത്താവിനെ നേടുന്നത്, ബൈ ഫെയ്ത്ത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അവിടെ 9-ാം വാക്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം തരുന്ന നീതി. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നത്? വി ആർ ലിവിങ് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതെന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തൊന്നും നേടാൻ വേണ്ടിയല്ല, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. അത് ടു ബി ഫൗണ്ട് ഇൻ ഹിം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ പൗലോസിൻ്റെ കഥ നമുക്ക് ഇങ്ങനെ വേണേൽ നോക്കാം. നേരത്തെ
നീതിമാന്മാരെല്ലാം കൈവക്കാൻ പറഞ്ഞാൽ പൗലോസ് കൈവക്കുമായിരുന്നു, അല്ലേ? ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. എബ്രായരിൽ ജനിച്ച എബ്രായരെല്ലാം കൈവക്കാൻ പറഞ്ഞാലും കൈവക്കുമായിരുന്നു. പിന്നെ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പൗലോസിൻ്റെ കാര്യങ്ങൾ, ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവൻ, അതൊന്നും പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ പറയുന്ന പൗലോസിൻ്റെ അപ്പൻ കപ്പൽ ഉണ്ടാക്കുന്ന ആളായിരുന്നു. ബൈബിളില്ലാത്ത കാര്യം. എനിക്ക് ബൈബിളില്ലാത്ത പശ്ചാത്തലം പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ഉറപ്പില്ല, ഇതൊന്നും ഉറപ്പില്ലാത്ത കാര്യം. ചില ആൾക്കാർ പശ്ചാത്തലം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ റോമ പട്ടണം എങ്ങനെ ഉണ്ടായെന്നോട്ട് തുടങ്ങും. ഇതൊക്കെ അങ്ങനെ തന്നെയാണോ എന്നറിയാൻ നമുക്കൊരു വഴിയില്ല. തന്നെയുമല്ല, ഈ പശ്ചാത്തലം കൊണ്ട് മനുഷ്യൻ ബൈബിളിൻ്റെ കഥ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. യെരൂശലേമിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു വാതിലാണ് സൂചിക്കുഴ. അതുപോലെ ഓരോന്നിനും പശ്ചാത്തലം ഉണ്ടാക്കി വെച്ചു. ഇതൊന്നും ബൈബിളിലില്ല, പക്ഷെ പശ്ചാത്തലം ഉണ്ടാക്കി വെച്ചതിൻ്റെ അർത്ഥം ഇല്ലാതാക്കി കളയും. അത് പരീശന്മാരുടെ അന്നത്തെ പശ്ചാത്തലത്തിൽ കർത്താവ് പറഞ്ഞതാണ്. കൊരിന്ത സഭയിലെ സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞത്, കൊരിന്ത സഭയിൽ പെണ്ണുങ്ങൾ ഭയങ്കര വായാടികളായിരുന്നുകൊണ്ട് അവരോട് പൗലോസ് പറഞ്ഞതാണ്. എല്ലാം പശ്ചാത്തലം നമ്മളുണ്ടാക്കി. അവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, വിശുദ്ധന്മാരുടെ സകല സഭകളിലും എന്ന പോലെ. അതും മിണ്ടില്ല. അപ്പം ഈ പശ്ചാത്തലം എന്തിനാ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പം പൗലോസിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് കപ്പൽ മുതലാളിയായ ആളുടെ മകനായിരുന്നെന്നും, പിന്നെ ഒരു കാര്യം നമുക്കറിയാം, റോമ പൗരനായിരുന്നു. ഇത് ജന്മനാ കിട്ടിയ പൗരത്വമായിരുന്നു. അപ്പോൾ ഭയങ്കര കുടുംബക്കാരനായിരുന്നിരിക്കണം. അസംഷൻസ് ആണ് ഇതെല്ലാം. ഇതൊന്നും പുള്ളിയോടെ മിണ്ടിയിട്ടില്ല. അതിനോടൊക്കെ പണ്ടേ ചത്തത്. അത് ഓർമ്മ പോലും ഇല്ല പുള്ളി. ഓർക്കുന്ന കാര്യങ്ങളെല്ലാം റിലീജിയസ് കാര്യങ്ങളാണ്. അതായത് അവരുടെ മതസംബന്ധമായ ന്യായപ്രമാണ സംബന്ധമായ കാര്യങ്ങൾ ഓർക്കുന്നത്, നല്ല കാര്യങ്ങളാണ്. അതായത് ദൈവം പറഞ്ഞിട്ട് ചെയ്ത ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ has already achieved that perfection according to the rules of the law. എന്നിട്ടാ പറയുന്നത്, എനിക്കതെല്ലാം മലമായി, അല്ലെ, വേസ്റ്റായി തോന്നുന്നു, ഡങ്കായി തോന്നുന്നു, അതായത് പ്രയോജനമില്ലാത്തതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ഓടിയതും അധ്വാനിച്ചതും എബ്രായനായി ജനിച്ചതും ഒക്കെ വേസ്റ്റ് എന്ന് തോന്നുന്നു. ബിക്കോസ് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത വരുമ്പോഴേക്കും ആ പരിജ്ഞാനം, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾ മിഷണറി വേലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത്, ആന്ധ്രയിൽ പോകുന്ന സമയത്ത്, ആദ്യം പോകുമ്പം ഞങ്ങൾക്ക് ഒരു സുഹൃത്ത് പോലും ഉണ്ടായിരുന്നില്ല. കാശില്ല എന്നുള്ളത് വേറൊരു വഴി, അത് പിന്നെ പോട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വിളിച്ചു പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ലോൺലിനെസ് ആയിരുന്നു. അപ്പോൾ എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ഒരു സാറ് മാത്രം എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. അപ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ ഒരു ദിവസം പറഞ്ഞു, ഈ ഒരു മനുഷ്യനും കൂടെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ടോട്ടലി ഒരു ഐലൻഡിൽ ആരും ഇല്ലാത്തവരായിരുന്നേനെ. ആ പുള്ളിക്കാരനോട് പറഞ്ഞു, ആ മനുഷ്യനിൽ ഇനി പ്രശംസിക്കാൻ തുടങ്ങിയാൽ അയാളും ഇനി കാണുകയില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരി സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ അതെല്ലാം എനിക്ക് നല്ല ലാഭമായിരുന്നേനെ, അല്ലേ? പക്ഷേ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് അതെല്ലാം ഇല്ലാതായപ്പോഴാണ് മനസ്സിലായത്, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരാളും മതി. ചില ആൾക്കാർ ഭയങ്കര വിഷമിച്ച് പറഞ്ഞു, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ ബ്രദറെ, ദൈവം മാത്രം ഉള്ളെന്നോ, പോരെ, എന്തോ ഇത് സംഭവം. അപ്പോൾ കർത്താവ് മാത്രം മതിയെന്നുള്ള പരിജ്ഞാനമാണ് ഈ പറയുന്ന എല്ലാ അസറ്റിനേക്കാളും നല്ലത്. അപ്പോൾ ആ പരിജ്ഞാനം നമുക്ക് മനസ്സിലാകുമ്പോഴേക്കും എനിക്ക് ഈ ലോകത്തിലുണ്ടെന്ന് പറയുന്ന ഒന്നും ഒരു കാര്യമായിട്ട് തോന്നുകയില്ല. കാരണം ദിസ് പരിജ്ഞാനം സൂപ്പർസീഡ്സ് എവരിത്തിങ്. ബാക്കിയുള്ള എല്ലാറ്റിൻ്റെയും മുകളിൽ ഈ ക്രിസ്തു എൻ്റെ കർത്താവിൻ്റെ ജീവനാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് എന്നുള്ള ഒരൊറ്റ പരിജ്ഞാനത്തിൽ ബാക്കിയുള്ളതെല്ലാം. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര എതിർപ്പുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പിന്നെ കുറച്ചൊക്കെ എക്സാജറേറ്റഡ് ആണ്, എന്നാലും UP നല്ല എതിർപ്പുകളുണ്ട്. സപ്പോസ് ഐ ഹാവ് എ ചർച്ച് ദെയർ. രാത്രിയിൽ ആരോ ഈ ചർച്ചിന് നേരെ കല്ലെടുത്തെറിയുന്നു. പക്ഷേ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ SP എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ആളാന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ എന്തു ചെയ്യും? ഞാൻ ഉടനെ രാത്രി വിളിക്കും SP ഒക്കെ പുല്ല് പോലെ, എടാ കണ്ടോ, അതെ ഞങ്ങളുടെ ചർച്ചിന് നേരെ കല്ലെറിയുന്നു, SP അവരൊന്ന് കൈകാര്യം ചെയ്തേക്കണം. അതെന്താ, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഐ ആം വെരി പവർഫുൾ, അല്ലേ? പക്ഷെ എനിക്ക് ആരും ഇല്ലെങ്കിലോ, ഞാൻ അവിടെ കുത്തിയിരുന്ന് കർത്താവിൻ്റെ പറയും, എൻ്റെ കർത്താവ് ഈ കല്ല് നാളെ എൻ്റെ തലയിലായിരിക്കും വീഴുന്നത്, ഞാൻ എന്തു ചെയ്യും? കർത്താവ് പറയും, ക്ഷമിക്ക്. ആ കല്ലെറിഞ്ഞവന് വിവരമില്ലാത്തതുകൊണ്ട് അവന് സ്നേഹിക്കും.
ഈ പരിജ്ഞാനമാണോ വലുത്? ആ SP അവരെ കൈകാര്യം ചെയ്യുന്നതാണോ വലുത്? ഏതാ വലുത്? നമ്മൾ ഈ പുറം മനുഷ്യനുണ്ടാകുന്ന എല്ലാം നന്മയെന്ന് നമ്മൾ വിചാരിക്കുന്ന സകല കാര്യങ്ങളും പരിജ്ഞാനത്തിന് വിരോധമാണ്. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് എൻ്റെ അപ്പൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ ഞാൻ പറയുന്ന ഒരു കാര്യം അനുസരിച്ചിട്ടില്ല. പിള്ളേർ വിടുന്ന് പറയാം, കണ്ടോ പാസ്റ്റർ ഒന്നും അനുസരിച്ചില്ല. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അത് സുവിശേഷ വേലയുമായിട്ട് സംബന്ധിച്ചാണ്. അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ, കല്യാണം കഴിച്ചു കഴിഞ്ഞ് അവൻ ബീഹാറിൽ നിന്നെ കൊണ്ട് പോകാനിരിക്കുകയാണ്. ബീഹാറിലെങ്ങാനും കിടന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ബോഡി എടുക്കാൻ വരാൻ പോലും എൻ്റെ ഈ കാശില്ല. പുള്ളി പറഞ്ഞ ഈ സ്നേഹം കൊണ്ട് പറയുന്നതാണോ അതോ ദേഷ്യം കൊണ്ട് പറയുന്നതാണോ? സ്നേഹം കൊണ്ട് പറയുന്നതാ. ഞങ്ങൾ അവിടെ ചുറ്റുവട്ടത്ത് കാണണം. ദുരിതം പിടിച്ച സ്ഥലത്തൊന്നും പോയി കിടന്ന് കഷ്ടപ്പെടരുത്. അസറ്റല്ലേ അങ്ങനെ ഒരു അപ്പൻ? അസറ്റാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം വെച്ച് നോക്കുമ്പം അസറ്റല്ല. രാത്രി 1 മണിക്ക് എഴുന്നേറ്റ് പാസ്റ്റർ പറയാ, ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോകണമെന്ന് ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. അവിടെ എങ്ങാനും കിടക്കും, നാളെ രാവിലെ പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആരായിരിക്കും? സ്നേഹിക്കുന്ന ആളായിരിക്കോ വഴക്കുണ്ടാക്കുന്ന ആളായിരിക്കോ? അപ്പോൾ നമ്മൾ അസറ്റെന്ന് കരുതുന്നതിനകത്ത് എല്ലാം എന്തുണ്ട്? ഒരു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിനെതിരെയുള്ളൊരു സാധനമുണ്ട്. നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: കോടികളുടെ അസറ്റുള്ള മാതാപിതാക്കളെ വിട്ട് സുവിശേഷ വേല ചെയ്യാനാണോ 5 നയാ പൈസ കയ്യിലില്ലാത്ത അപ്പനെ വിട്ടിട്ട് സുവിശേഷ വേല ചെയ്യാനാണോ എളുപ്പം? ഏതാ എളുപ്പം? 5 നയാ പൈസ ഇല്ലാത്ത അപ്പനാണ് എപ്പം നമ്മൾ പോയിന്ന് ചോദിച്ചാൽ മതി. IAS ഒക്കെ എഴുതി പാസ്സായി ഒരു കളക്ടറൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അത് രാജിവെച്ച് സുവിശേഷ വേലയ്ക്ക് പോകാനാണോ എളുപ്പം? 10ാം ക്ലാസ്സിൽ 10 വർഷം തോറ്റ് ഒരു ഗതി ഇല്ലാതിരിക്കുമ്പം സുവിശേഷ വേലയ്ക്ക് പോകാനാണോ എളുപ്പം? പറ. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ആലോചിച്ചാൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമാണ് ഈ ലോകത്ത് കിട്ടുന്ന എല്ലാം. സന്തോഷമായ? ഇനി ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, പൗലോസിന് ഇതെല്ലാം ഉണ്ടായിരുന്നു, കുടുംബം, സാഹചര്യം. പക്ഷെ പൗലോസ് അതിന് മുകളിലാണ് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെ കാണും മനസ്സിലാക്കുന്നത് വേറെ എല്ലാം ഛേദം, നഷ്ടം, എനിക്ക് നഷ്ടമായി പോയി. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം അനുഭവിക്കുമായിരുന്നു എന്ന് പൗലോസിന് തോന്നുവാണ്. ദാറ്റ് ഈസ് റിപ്പൻറ്റൻസ്. അപ്പോൾ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും തെറ്റ് ചെയ്തു പോയി എന്നുള്ളത് മാത്രമല്ല, ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒന്നിനെയും ആശ്രയിക്കാൻ ആ പഴയ മനുഷ്യൻ എന്നിലില്ല. ഐ എം നോട്ട് അലോയിങ് ദാറ്റ് ഫ്രീഡം ടു ദ ഓൾഡ് മാൻ ടു ഡിപ്പെൻഡ് ഓൺ എനി എർത്തലി റിസോഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിലെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡെയിലി ലിവിങ്, ഇറ്റ്സ് അബൌട്ട് ക്രൈസ്റ്റ് ലൈഫ്. ഇപ്പം ക്രൈസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലൈഫിനെ റിജക്റ്റ് ചെയ്യാണ്. അതായത് ഐ റെക്കൺ മൈസെൽഫ് ഡെഡ്. അത് തന്നെയാണ് റിപ്പൻറ്റൻസ്. അപ്പോൾ റിപ്പൻറ്റൻസ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഡെത്ത്, സർക്കംസിഷൻ. അപ്പോൾ നമ്മൾ ഒരു ദിവസം മാത്രമല്ല ഈ പഴയതിനെ റിജക്റ്റ് ചെയ്യുന്നത്, എല്ലാ ദിവസവും ജീവിതാന്ത്യം വരെ ഈ പഴയതിനെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ദാറ്റ് ഈസ് വാട്ട് മൈ ഫെയ്ത്ത് ആൻഡ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് മീ ടു ഡു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ത് ചെയ്യുന്നു? നമ്മെ നിർബന്ധിക്കുന്നു. എന്തിനു നിർബന്ധിക്കുന്നു? മരിച്ചു എന്ന് നിർബന്ധിക്കുന്നു. ഞാൻ ഈ മരിക്കുന്നതിൻ്റെ 1-2 എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് പറയാം. എക്സാമ്പിൾസ് എപ്പോഴും നല്ലതാണല്ലോ. സത്യം പറഞ്ഞാൽ 2-3 എക്സാമ്പിൾസ് പറയണമെന്നുണ്ട്, പിന്നെ എക്സാമ്പിൾസ് മാത്രമായി പോകും. അതുകൊണ്ട് ഞാനത് മുഴുവൻ പറയുന്നില്ല. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഡോക്ടറുണ്ട് ഞങ്ങളുടെ ഫെലോഷിപ്പിൽ. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട് ചേസ്. ഞാൻ ചോദിച്ചു എന്താണ്? ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഒരു അറ്റൻഡറോട് എനിക്ക് ഭയങ്കര വൈരാഗ്യം തോന്നുന്നു. കാരണം ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പം OP ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് ഈ അറ്റൻഡറോട് ഒരു സഹായം ആവശ്യപ്പെട്ടു. പുള്ളി അവരെ കളിയാക്കി സംസാരിച്ചു. പക്ഷേ ഈസ് എ വെരി സോഫ്റ്റ് സ്പോക്കൺ ലേഡി, ആരോട്ട് അങ്ങനെ ചൂടാവുന്ന ആളൊന്നുമല്ല. പക്ഷെ അവരോട് പറഞ്ഞു, ആ കളിയാക്കി അവരുടെ മുമ്പിലോട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തലേദിവസം 5000 രൂപ കണ്ട് 2000 രൂപ 5000 രൂപ കടം മേടിച്ചുകൊണ്ട് പോയതായി പുള്ളി. തിരിച്ചു കൊടുത്തിട്ടുമില്ല, കൊടുക്കാതെ കളിയാക്കിയത്. അപ്പോൾ കയ്യിലുള്ള കാശും പോയി, ഇത്രയും പേഷ്യൻസിന് മുമ്പിൽ
അപമാനിക്കുകയും ചെയ്തു. അപ്പം പുള്ളിക്കാരുടെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് കിടന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പം എല്ലാവരെയും കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും. ഇവനെ കാണുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇതിപ്പോൾ 2 ആഴ്ചയായി, എനിക്ക് നന്നാകാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പം എൻ്റെ തലയിൽ ഒരു ഐഡിയ വന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാരണവശാലും നാളെ ഹോസ്പിറ്റലിൽ കാണുമ്പം അയാളെ നോക്കി ചിരിക്കരുത്. അപ്പോൾ പുള്ളിക്കാരി അതെന്താ? ചിരിക്കുവാണല്ലോ വേണ്ടത്. ചിരിച്ചാൽ അതിന് 2 പ്രശ്നമുണ്ട്. ഒന്ന്, ആ ചിരി ഭംഗിയില്ലാത്തൊരു ചിരിയായിരിക്കും. കാരണം ഉള്ളിൽ എന്താ കിടക്കുന്നത്? ഉള്ളിൽ കയ്പ കിടക്കും. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കൊള്ളില്ല, ശരിയായില്ല, ഇനി കർത്താവിനെ പോലെ ആയിട്ടില്ല, എനിക്കെല്ലാവരും ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഹൃദയനുറുക്കമുണ്ട്. പക്ഷെ ഒന്നിനും കൊള്ളാത്ത ആ ചിരി ചിരിച്ച ശേഷം ഇറങ്ങുമ്പം ഈ ഹൃദയനുറുക്കവും കൂടെ അങ്ങ് പോകും. പിന്നെ എന്തായിരിക്കും ആലോചിക്കുന്നറിയോ? അവൻ എന്നെ അത്രയും കളിയാക്കിയിട്ടും ഞാൻ നോക്കി ചിരിച്ചിട്ട് പോന്നു, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോന്നു എന്നൊരു ഗമ കൂടെ അഡീഷണൽ വരും. പിന്നെ മാനസാന്തരപ്പെടാനും പറ്റില്ല. ശരിയാണ്. പിന്നെ മാനസാന്തരപ്പെടുന്ന എന്തൊന്നും പറഞ്ഞോണ്ട? ഓൾറെഡി ചിരിച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പിന്നെ മാനസാന്തരപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതോടെ കഥ തീർന്നു. ഒരു കാരണവശാലും അഭിനയിക്കരുത്. അഭിനയിച്ചാൽ തീർന്നു ഈ ലൈഫ്. അപ്പോൾ വിചാരിച്ചു പിന്നെ എന്ത് ചെയ്യും? നേരെ മുമ്പിലോട്ട്. നമുക്ക് ഇപ്പം ഈ പ്രസംഗം കേൾക്കുമ്പോൾ കസേരയിൽ ഇരുന്നുകൊണ്ട് ഞാൻ മരിച്ചു കർത്താവേ എന്ന് വൈബ്രേഷനിൽ പറയാൻ വളരെ എളുപ്പമാണെങ്കിലും ഒരു ക്രൂശിൽ മരിക്കാൻ പാടാ. ഇയാളാണ് ആ സഹോദരിയുടെ ക്രൂശ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ രാവിലെ അയാളെ കാണുമ്പോൾ മനസ്സിലാക്കണം, എനിക്ക് കർത്താവ് വെച്ചിരിക്കുന്ന ക്രൂശാണ്. ഈ ക്രൂശിൽ ഒറ്റ പണിയേ നടക്കുള്ളൂ, മരണം. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാൻ മരിച്ചു. ഐ ഡൈഡ്. നേരെ ചെന്ന് കണ്ണിലോട്ട് നോക്കിയപ്പോൾ ഇത് ഓർമ്മ വന്നു. അതോടെ ആ സിസ്റ്ററുടെ പ്രശ്നം സോൾവ് ആയി. ഡെത്ത് എന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്ലഷിൻ്റെ ഡിമാൻഡുകൾ, അതിൻ്റെ ലസ്റ്റിനോട് നമ്മൾ പറയുന്ന ഒരു വലിയ നോയാണ്. പക്ഷെ നമുക്ക് നല്ല കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ ആ മരണത്തിൽ പങ്കാളികളാക്കി. എന്നിട്ട് പറഞ്ഞു, റെക്കൺ യു ഡൈഡ്. ഈ റെക്കണിങ് ഓൾ ത്രൂ മൈ ലൈഫ്, ദാറ്റ് I am no longer alive, but Christ is living in me. ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ലഭിക്കുന്നത്? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം. വാട്ട് വുഡ് ജീസസ് ഡു എന്നുള്ളൊരു പരിജ്ഞാനത്തിലേക്ക് നമ്മളെ ഈ ആത്മാവ് കടത്തി വിടുക. ഇത് നമ്മുടെ എഫേർട്ടല്ല. പല ആൾക്കാരും ചോദിക്കും, നമ്മളെന്താ ചെയ്യണ്ടേ? വിശ്വസിച്ചാൽ മതി എന്ന് പറയുമ്പം, വിശ്വസിച്ചാൽ മതിയോ? അത് ഞാൻ ഇത്രാം തീയതി വിശ്വസിച്ചത്, ആ വിശ്വാസമേ അല്ല ഇത്. ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ 10 വർഷം മുമ്പ് മാനസാന്തരപ്പെട്ടതാ ബ്രദറെ. നോ, ആ മാനസാന്തരം അല്ല ഇത്. ഇത് ഒരിക്കലും തീരാത്ത, നമ്മിൽ വർദ്ധിച്ചു വരുന്ന, ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മിൽ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് മാനസാന്തരവും വർദ്ധിക്കും. ബിക്കോസ് വി അഗെയിൻ ആൻഡ് അഗെയിൻ സേ ഗിവ് ഡെത്ത് ടു ദ ഫ്ലഷ്. അത് നമ്മുടെ പ്രവൃത്തിയല്ല. ചില ആൾക്കാർ പറയും മരിക്കുക. അങ്ങനെ മരിക്കാൻ നമുക്ക് പറ്റില്ല. മരിച്ചു എന്ന് വിശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബിലീവ് ദാറ്റ് ഡെത്ത് ഈസ് വർക്കിംഗ് ഇൻ യുവർ ഓർഗൻസ്. കാരണം ഫെയ്ത്ത് അലോണാണ്, വേറെ ഒരു പരിപാടി അവിടെ നടക്കില്ല. ബിക്കോസ് ക്രൈസ്റ്റ് ഹാസ് അക്കംപ്ലിഷ്ഡ് വാട്ട് വി കുഡ് നോട്ട് ഹാവ്. അതുകൊണ്ട് നമ്മുടെ ഫെയ്ത്ത് പറയുന്നത് ഐഡന്റിഫൈ വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനമില്ല, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഭാര്യ സ്നേഹിക്കുന്നില്ല, ഐഡന്റിഫൈ വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ആ കഥ വായിച്ചിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ട് പൂർണ്ണമായിട്ടത് റീകൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഐ വിൽ ട്രൈ. ഈ രാജസ്ഥാനിലോ മറ്റുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തോ ഒരു പണ്ഡിറ്റാണ്, ധർമ്മപ്രകാശ്, പണ്ഡിറ്റ് ധർമ്മപ്രകാശ് എന്ന് മറ്റോ അദ്ദേഹത്തിൻ്റെ പേര്. മേ ബി യു ഹാവ് ഹേർഡ് അബൌട്ട് ഹിം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു ശീലം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈ ഓഫീസിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ദേഷ്യം വന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഭാര്യയുടെ പുറത്തിട്ടാണ് ഇടിച്ച് ദേഷ്യം തീർക്കുന്നത്. വിശ്വാസി ആയതുകൊണ്ടൊന്നുമല്ല, ഹി വാസ് എ വയലന്റ് മാൻ. ഒരു ദിവസം പുള്ളി വീട്ടിൽ വന്ന് സോഫയിലിരിക്കുന്നു.
ഭാര്യ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്ന്. അവിടെ പതിഭക്തി, പതി ദൈവമാണ് അവിടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ. ഇവർ മുട്ടുകുത്തി നിന്നിട്ട് അയാളുടെ കാലിൽ ഷൂസ് അഴിക്കാൻ ശ്രമിക്കുന്നു. ഇയാൾ ആ ഷൂസ് ഇട്ട് ഒരൊറ്റ ചവിട്ടി സ്ത്രീക്ക് വെച്ച് കൊടുക്കുന്നു. ഇവർ തെറിച്ചു പോയി ഭിത്തിയിൽ തലയിടിക്കുന്നു, ബ്ലഡ് ഒഴുകുന്നു. ഇവരെന്ത് ചെയ്യുന്നറിയാം? അടുത്ത് കിടന്നൊരു ടവലെടുത്ത് ആ തല ശരിക്കും അങ്ങ് കെട്ടി. എന്നിട്ട് പിന്നെയും പോയിരുന്ന് മുട്ടുകുത്തി നിന്ന് ബാക്കി ചെരുപ്പും കൂടെ ഊരി. ഒരക്ഷരം മിണ്ടിയില്ല. ഈ പുള്ളി നിലത്തോട്ടിരുന്നു. ആ സോഫയിൽ നിന്ന് ഇറങ്ങി താഴെ ഇരുന്നിട്ട് ചോദിച്ചു, എന്നെപ്പോലൊരു മൃഗത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെയാ പറ്റുന്നത് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ മരിച്ചു, നിങ്ങളെ സ്നേഹിക്കുന്നത് ക്രിസ്തുവാണെന്ന് പറഞ്ഞു. ഈ പണ്ഡിറ്റ് ധർമ്മപ്രകാശ് പിന്നീടൊരു ബൈബിൾ ടീച്ചറായി മാറുകയും ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ 90 വയസ്സ് കഴിഞ്ഞ ആള് പ്രസംഗിക്കുന്ന ആ സ്റ്റേജ് അഴിക്കുന്ന ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. ഹി ബിക്കേം എ പ്രീച്ചർ. കാരണം എന്താ? അവിടെ ഒരാൾ ക്രിസ്തുവിൻ്റെ മരണം ശരീരത്തിൽ അനുഭവിച്ചപ്പോഴേക്കും ആ ജീവൻ അവിടെ മുഴുവൻ വ്യാപരിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ അനേകം എക്സാമ്പിൾസ് ഉണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. വെൻ വി ഐഡൻറ്റിഫൈ വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, നമ്മൾ ഭയങ്കര പവർഫുള്ളാണ്. കാരണം നമ്മുടെ ഫ്ലഷ് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. ഡസൻ ഡിമാൻഡ് റെസ്പെക്റ്റ്. നമുക്കറിയാം, ഇന്ന് പാസ്റ്റർമാരെയൊക്കെ എന്തു പുകഴ്ത്തിയാലും മതിയാവില്ല, കാരണം മരിക്കാത്തതുകൊണ്ടാണ്. അതിശ്രേഷ്ഠ ദൈവദാസൻ എന്നൊക്കെ പറയുമ്പം നമുക്ക് എന്തോ പൊക്കുന്നറിയാം. നമുക്ക് തന്നെ ലജ്ജ തോന്നും. കർത്താവ്, ഇത് ഞാൻ തന്നെയാണോ? പണ്ട് ഒരു പാസ്റ്റർ മരിച്ചു കിടക്കുമ്പം ഇങ്ങനെ ചരമപ്രസംഗം കേട്ട് പുകഴ്ത്തി കുറേ കഴിഞ്ഞപ്പം ഈ ഭാര്യ വന്നിട്ട് ഈ മരിച്ചു കിടന്ന ആളുടെ മുഖം മൂടിയിരുന്ന സാധനം എടുത്തൊന്ന് പൊക്കി നോക്കിയിട്ട് പിന്നെ അടച്ചു വെച്ചു. അപ്പോൾ ആര് ചോദിച്ചു, എന്താ പോയി നോക്കി വെച്ചാൽ, അല്ല ഇത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് തന്നെയാണോ ഇവർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. കാരണം നോ കണക്ഷൻ. നമുക്ക് ഈ പുകഴ്ത്തൽ എത്ര കേട്ടാലും മതിയാവാത്തൊരു സാധനമാണ്. പുകഴ്ത്തിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ആവശ്യത്തിന് ഇത് ഇതെല്ലാം ഈ പ്രൊമോഷനാണ്. അപ്പം മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ ഇനി വരാൻ പോകുന്ന ആളൊരു വീരനാണെന്ന് മനസ്സിലായാലേ ആ സ്പിരിറ്റ് അങ്ങ് വഴക്കി കൊടുക്കുള്ളൂ. ഇപ്പം പ്രസംഗിക്കുന്നൊരു സാധാരണ ആളെ പ്രസംഗിക്കുന്ന പറഞ്ഞാൽ ഞാനും അത്ര മൈൻഡ് ചെയ്യില്ല. ഇപ്പം എന്നേക്കാളും നല്ലല്ലോ പ്രസംഗിക്കുന്ന ഒരു 5-6 പേരെങ്കിലും ഞങ്ങളുടെ ചർച്ചിലുണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയൊക്കെയോ 4 പേര് അറിയുന്ന ആളായി മാറിയുണ്ട്, എന്നെ മാത്രമേ വിളിക്കുള്ളൂ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്നെ വിളിക്കുമ്പം എനിക്ക് സമയമില്ല കേട്ടോ, വേറെ ആളെ വിടാന്ന് പറയാൻ. പക്ഷെ അവരാരും അംഗീകരിക്കില്ല. കാരണം ഇതെങ്ങനെയൊക്കെയോ ആയി പോകുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് പുകഴ്ത്തിയില്ലെങ്കിൽ എന്നാലും ആ വാക്ക് 2 വാക്കൂടെ പറയായിരുന്നു എന്ന് ചിന്തിക്കുന്നതുണ്ട് അല്ലേ ആൾക്കാർ. അങ്ങനെ അവസാനം നമ്മൾ പാ മാറി റവയായി. ആദ്യം ഈവായായിരുന്നു, ഈവ. പിന്നെ അത് പാ ആയി, പിന്നെ റവയായി. പണ്ട് ഒരു മനുഷ്യൻ ഈവാഞ്ചലിസ്റ്റായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഓർഡിനേഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ പാസ്റ്ററായി. എന്നിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു മാസിക ഇവരുടെ ഈ ഡയറക്ടർ ഇറക്കുന്നുണ്ട്, ഫോൺ നമ്പർ. അപ്പോൾ പുള്ളി രാത്രിയിൽ ഹല്ലേലൂയയുടെ ഓഫീസിൽ ചെന്നു. എന്താ ആവശ്യം എന്നറിയോ? ഈവ മാറ്റി പാ ആക്കണം. അപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. പുള്ളി ഒരു പേപ്പർ എഴുതി അകത്തോട്ടിട്ടായിരുന്നു. ഞാൻ രാത്രി 11 മണി കഴിഞ്ഞ് ഈ ഓർഡിനേഷൻ കഴിഞ്ഞ് വന്നതാണ്. പുള്ളിക്ക് ആഹാരം കഴിക്കുന്നതിനേക്കാൾ അർജൻറ്റായിട്ട് തോന്നിയത് ഈവ മാറ്റി പാ ആക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ ഈവാഞ്ചലിസ്റ്റിന്റെ പവർ എന്താണെന്ന് അറിയാൻ മേലാത്തോണ്ടാണ്. ഈവാഞ്ചലിസ്റ്റുകളാണ് ശരിക്കും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമൊക്കെ ചെയ്യുന്നത്. അല്ലാതെ പാസ്റ്റർമാർക്ക് അതിന് ആവശ്യമില്ല. പാസ്റ്റർമാർ ശുശ്രൂഷ ചെയ്യിക്കുന്നത് വിശ്വാസികളുടെ ഇടയിലാണ്. അവിടെ എവിടെ ഭൂതം ഉണ്ടോ? അവിടെ ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളുടെ ദേഹത്ത് ഭൂതമാണ്. ഈ ഒരു വർഷിപ്പ് ലീഡറാണ്. ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇളകി. ഞാൻ പറഞ്ഞു, മേലാ വർഷിപ്പ് ലീഡിംഗ് എന്ന് പറഞ്ഞു പോയി നിന്നേക്കല്ലെന്ന് പറഞ്ഞു. ഇളകിയിട്ട് പറയത് വശീകരണ ശക്തിയാണ്. ആ ഭൂതം പറയോ ആൾക്കാരെ വശീകരിച്ച് പിടിച്ചെടുക്കാനുള്ള ശക്തിയാണ്. ഇതിനകത്ത് ഇപ്പൊ കൂടുതൽ. പക്ഷെ ശരിക്കും ബൈബിൾ അങ്ങനല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭൂതങ്ങൾ എല്ലാം പുറത്താ. രോഗസൗഖ്യവും പുറത്ത് നടന്നാൽ മതി, അകത്ത് കിടന്നതിൽ ഒരു കുഴപ്പമില്ല. അകത്ത് രോഗം മാറിയില്ലല്ലോ, കുഴപ്പമുണ്ടോ? നമ്മൾ മരിച്ചാൽ കർത്താവിൻ്റെ അടുത്തോട്ടല്ലേ പോകുന്നേ? ആണോ? ഇന്നലെ രാത്രി ആയപ്പോൾ കുറച്ച് ഉറപ്പൊക്കെ കിട്ടിയില്ലായിരുന്നോ? നമ്മൾ മരിച്ചാൽ കർത്താവിൻ്റെ അടുത്തോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ രോഗസൗഖ്യം നടന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? നിങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ
എൻ്റെ ദൈവമേ, ഞങ്ങൾ ഇതിനകത്ത് ഒരു തമാശ കൂടെ പറയാനുണ്ട്. തമാശ അല്ല, റിയലി നടന്ന കാര്യമാണ്. ഖത്തറിൽ ഞാൻ ആദ്യം ചെല്ലുമ്പം ജോൺ തോമസ് പാസ്റ്റർ ചർച്ചിലാണ് ചെല്ലുന്നത്. ഈ ഇരിക്കുന്ന പാസ്റ്റർ കാര്യമാണ് പറഞ്ഞു. അവിടെ വെച്ച ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. അവരെ നേരിട്ട് കണ്ടില്ല, അവർക്ക് നേരിട്ട് കണ്ടില്ല എന്ന് എൻ്റെ ചിന്ത. മാസങ്ങൾക്ക് ശേഷം അവരെന്നെ ഫോൺ ചെയ്ത് ഒരു അനുഭവം എന്നോട് പറഞ്ഞു. ചർച്ചിൽ വരുന്ന ആളല്ലായിരുന്നു, വേറെ എവിടെ നിന്നൊന്ന് എന്നെ വിളിച്ചോ മറ്റോ വന്നേ. അവർ പറഞ്ഞു അവരുടെ ചർച്ചിൽ നിന്ന്, അവരൊരു മലയാളം ചർച്ചിലല്ല കൂടുന്നത്, അവരുടെ ചർച്ചിൽ ഒരു സഹോദരി ക്യാൻസറായിട്ട് 4th സ്റ്റേജ് കിടക്കുകയാണ്. പാലിയേറ്റീവ് കെയറിലാണ്. അപ്പോൾ ഇവരെ പോയി കാണാൻ തീരുമാനിക്കാൻ ഇവരല്ലേ ചർച്ചിലെ 3-4 പേർ. അപ്പോൾ ഈ സഹോദരി പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഞങ്ങൾ പോയി കാണുമ്പം അവർ നല്ല വിശ്വാസത്തിൽ തന്നെ ആണോ അതോ ആകെ അലങ്കോലമാവുമോ? നമ്മളെല്ലാം ചെന്ന് കാണുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് പ്രശ്നമാവോ, എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ പാസ്റ്റർ പറഞ്ഞു ഭയങ്കര സ്ട്രോങ് ഫെയ്ത്ത് ഉള്ള ആളാണ്, ധൈര്യമായിട്ടും. അപ്പോൾ ഇവർ ഫാമിലിയായിട്ട് ചെന്നു, പാസ്റ്ററുണ്ട്. അപ്പോൾ ഇവർ ആ സ്ത്രീയോട് പറഞ്ഞു, സഹോദരിയോട് പറഞ്ഞു, ഈ ലേഡി പറഞ്ഞു, സഹോദരിക്ക് ഇങ്ങനൊരു രോഗം വന്നാൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ദൈവം സൗഖ്യം തരട്ടെ. പക്ഷേ ഈ രോഗം വന്നാലും നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ മരിക്കാം. അതുകൊണ്ട് മരണം നമ്മുടെ എല്ലാവരുടെ മുമ്പിലുണ്ട്. എന്തായാലും നമ്മളെല്ലാം മരിച്ച് കർത്താവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല, കാരണം കർത്താവിൻ്റെ മുഖം കാണുന്നതാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഈ സ്ത്രീ പറഞ്ഞു പോയി. ഉടനെ പാസ്റ്റർ പറയുന്നത് എന്നാ പറയുന്നറിയോ? നിങ്ങൾ അവരുടെ ഉള്ള വിശ്വാസം ഇല്ലാതാക്കാൻ ശ്രമിക്കുവാണോ എന്ന്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി അതിൻ്റെ ഗുട്ടൻസ് എന്താന്ന്? മനസ്സിലായോ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം സൗഖ്യം കിട്ടുമെന്നാണ്. അപ്പോഴാണ് ഒരുത്തം വന്ന് പറയുന്നത് മരിച്ചാലും സാരമില്ലെന്ന്. അപ്പോൾ ഉള്ള വിശ്വാസം പോയില്ലേ? പോയോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ സൗഖ്യം കിട്ടുമെന്നുള്ള വിശ്വാസം എത്ര ദുർബലമാണ്. സൗഖ്യം കിട്ടിയില്ലെങ്കിൽ അവർ അവിശ്വാസിയായിട്ടാണ് മരിക്കുന്നത്. They don't have an assurance or a joy that they are going to meet the Lord. ആ ജോയ് അവരുടെ ഉള്ളിലേക്ക് തരുന്നില്ല. പ്രത്യാശയുടെ സന്തോഷം വരുന്നതേയില്ല. എനിക്ക് വളരെ പരിചയമുള്ളൊരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. ആ അപ്പച്ചൻ മരിക്കുന്നതിന് ഇന്ന് രാവിലെ നല്ല ആരോഗ്യമാണ്, 88 വയസ്സ്. തുണിയെല്ലാം തന്നെ അലക്കി വെയിലത്തിട്ട് വിരിച്ചു. എന്നിട്ട് കൊച്ചുമക്കളെ വിളിച്ച് പറഞ്ഞു, അപ്പച്ചൻ ഇന്ന് പോവുക കേട്ടോ. അപ്പച്ചൻ്റെ വീട് കണ്ടു. ഭയങ്കര സന്തോഷമായിരുന്നു. പുള്ളി വൈകിട്ട് എല്ലാവരെയും വിളിച്ച് കൂട്ടിയിരുത്തി വാഴ്ത്തിയിടുന്നുള്ള പാട്ട് പാടി. പിള്ളേർ പാടിയിട്ട് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ് പുള്ളി ഒറ്റയ്ക്ക് പാടി ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് മരിച്ചു. രാവിലെ തൊട്ട് പുള്ളി കാത്തിരിക്കുക. പണ്ടത്തെ കാലം. അപ്പം ഞാൻ ഈ കഥ ഒരാളോട് പറഞ്ഞപ്പം ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, ആ ഒരു ജനറേഷൻ ഇനി ഇല്ല, അത് പോയി. പുള്ളിക്ക് അങ്ങനെ ഒരു അമ്മച്ചിയെ അറിയാമെന്ന് പറഞ്ഞു. അതൊക്കെ പണ്ട് കാലത്ത് അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെയും പ്രത്യാശയാണ്. ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരില്ല. ഇന്ന് കർത്താവ് വിളിച്ച പടിവാതൊക്കെ ചെന്നാലും നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് ഓടാനാണ് ശ്രമിക്കുന്നത്. നോ ജോയ് ഓഫ് സാൽവേഷൻ, നോ അഷുറൻസ്. എല്ലാത്തിനും പേടിയാണ്. സമയമാൻ്റെ അകത്തു നിന്നുള്ള പാട്ട് പാടാൻ പേടിയാണ്. എങ്ങനെ തട്ടിപ്പോയാലെന്ന് വിചാരിച്ചു. പ്രത്യാശ ഗാനങ്ങൾ മരിച്ചടക്ക് ശുശ്രൂഷയിൽ മാത്രമേ കേൾക്കാനുള്ളൂ, അല്ലാത്തപ്പോൾ പാടാൻ പേടിയാണ്. ഈ സമയമനകത്തിലൊക്കെ എപ്പോഴും പാടാൻ പറ്റുന്ന പാട്ടാണ്, പക്ഷെ പാടാൻ പേടിയാണ്. പാടിക്കഴിഞ്ഞാൽ അയൽവക്കാരിൽ ഓടി വരും, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, രാവിലെ ഞാൻ ഉണരുമ്പോൾ, അതായത് ചത്തുപോയ ആളല്ലല്ലോ രാവിലെ എഴുന്നേറ്റ് വരുന്നത്, ഭാഗ്യമുള്ളോ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നേക്കാൾ അടുപ്പം. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ രഥത്തിന് മുമ്പോട്ട് ഞാൻ പോകുന്നു. അതുപോലും പാടാൻ പേടിയാണ്. കാരണം മരണഭയം വിശ്വാസികളുടെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ടാണ് എബ്രാഹിം പറയുന്നത്, മരണഭയത്തിൽ നമ്മളെ വിടുവിച്ചു. ഒടുക്കത്തെ ശത്രുവാണ് ആ മരണഭയം എന്ന് പറയുന്നത്. ദാറ്റ് മരണഭയം ഈസ് കൺട്രോളിങ് ദ സിൻ ഫാക്ടർ. ഈ സിൻ്റെ മുഴുവൻ നിയന്ത്രണം ഈ മരണഭയത്തിന് മേലായിരിക്കുന്നു. അപ്പം ഫെയ്ത്ത് എന്ന് പറയുന്നത്, യഥാർത്ഥ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ ഈവാഞ്ചലിസ്റ്റുകളാണ് ഇത് ചെയ്യേണ്ടത്. ഏത് ചെയ്യേണ്ടത്? ഈ വെളിയിലിറങ്ങി രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, രാജ്യത്തിൻ്റെ സുവിശേഷം അവരോട് പറയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതായത് കർത്താവ് ആരാന്ന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് വിശ്വാസികൾക്കല്ല, അവർ ഓൾറെഡി ദൈവത്തിൻ്റെ വീട്ടിലിരിക്കുന്ന മക്കളാണ്. ഇങ്ങനൊരു ദൈവം ഉണ്ടെന്നും ജീവിക്കുന്ന ദൈവമാണെന്നും കാണിച്ചു കൊടുക്കേണ്ട അടയാളവും അത്ഭുതങ്ങളും നടക്കേണ്ടത് എവിടെയാണ്? ഒരിക്കലും യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത നാടുകളിലാണ്. ഞങ്ങളുടെ സഭയിലെ സഹോദരങ്ങൾ, പിള്ളേർ, അവർ അൺമാരീഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ മിഷണറിമാരായിട്ട് ഏത് സമയത്തും ജീവൻ പോകാവുന്ന രാജ്യങ്ങളിൽ മിഷണറിമാരായിട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ അവർ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, ഭൂതങ്ങൾ പുറത്താകുന്നത് കാണും.
അവിടെ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ സുവിശേഷം നമ്മൾ പറഞ്ഞിട്ടല്ല അവർ രക്ഷിക്കപ്പെടുന്നത്. അവരെ ദൈവം സ്വപ്നത്തിൽ കാണിക്കുവാണ്. ഞങ്ങളുടെ ഒരു സഹോദരൻ ഇറാഖിൽ ഒരു വീട്ടിൽ ചെന്ന് അവനോട് സംസാരിച്ചപ്പോൾ അവിടുത്തെ കാർന്നവര് പ്രായമായ ആൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സഹോദര, 10 വർഷം മുമ്പ് ഈസാ നബിയെ കുറിച്ച് പറയാൻ നിങ്ങൾ ഈ വീട്ടിന്റെ പടി കയറി വരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ പുള്ളി കാത്തിരിക്കും ഒരാൾ വരുമെന്ന് പറഞ്ഞു. ഇത് ഈവാഞ്ചലിസ്റ്റുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന അത്ഭുതം. പക്ഷെ ഇന്ന് ഈവാന്ന് കേൾക്കുന്ന ഒരു പുച്ഛമാണ്, പുച്ഛം. എല്ലാവർക്കും പായാകണം. പാ ആയിക്കഴിഞ്ഞ് പിന്നെ ഓർഡിനേഷൻ കിട്ടി റവയാകണം. നമ്മൾ അപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് വെറും യേശു ആയിരുന്നു, ബ്രദർ യേശു പോലും അല്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പത്രോസിനെ പൗലോസ് പാസ്റ്റർ പത്രോസ് എന്ന് വിളിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ റെവറൻഡ് പത്രോസ് എന്ന് വിളിക്കുന്ന ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ റെവറൻഡ് പത്രോസ് നിങ്ങളോട് സംസാരിക്കും, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ദേ വെർ ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്ത് രസമാണ്. പക്ഷെ ഈ അകത്ത് കിടക്കുന്ന ഈ സാധനം നമ്മളെ നിർബന്ധിക്കുന്നു. ഇതൊരു സിസ്റ്റമായിട്ട്. ഈ റവയുടെ കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രയാസം. ഈ കത്തോലിക്ക അച്ഛന്മാരാണ് സാധാരണ റെവറൻഡ് ഫാദർ. അവർ റവ ആവാനുള്ള കാരണം എന്തെന്നറിയാമോ? അവര് അപ്പം നുറുക്കുമ്പം പാനപാത്രം എടുക്കുമ്പോൾ അവർ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരമെന്നാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, യേശുക്രിസ്തുവിൻ്റെ ശരീരം എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യനെടുത്തുകൊണ്ടൊന്ന് മുറിക്കുന്നത്? മോശമല്ലേ? അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ശരീരം ഒരു മനുഷ്യൻ മുറിക്കുന്ന മോശമല്ലേ? ആണോ? യാഗം കഴിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, കാപ്പായിട്ട് അച്ഛൻ ഫ്രണ്ടിൽ നിന്ന് കഴിയുമ്പം യേശു തന്നെയാണ്, യേശുവിൻ്റെ പ്രതിപുരുഷനാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ തിരിയുമ്പോഴേക്ക് എല്ലാവരും ഇങ്ങനെ, കാരണം അവർ കാണുന്ന ആരെന്നില്ല, അച്ഛനെ അല്ല. ഈ കാപ്പായിട്ട ആൾ നോട്ട് അച്ഛൻ, ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്. അതുകൊണ്ടാണ് റവയായത്. അവരങ്ങനെ റവയായത്. ഈ പെന്തിക്കോസ്തൽ ഉപദേശിമാരെങ്ങനെ റവയായതെന്ന് ഒരു പിടിയും എനിക്കില്ല. ഭയഭക്തി ബഹുമാനങ്ങൾ അറിയിക്കുന്നു. അതായത് അങ്ങനെ വിളിച്ചില്ലെങ്കിൽ പിണക്കവാ. ഒരു റവ ഒക്കെ ഉണ്ടെങ്കിൽ ആ ജഡം, പൗലോസ് പറയാണ്, ഇതൊക്കെ വെറും ചവറെന്ന് ഞാൻ കാണുന്നു. കാരണം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമല്ലാതെ യാതൊന്നിനും ഒരു പ്രസക്തിയുമില്ല, ഒരു പ്രസക്തിയുമില്ല. ബാക്കിയെല്ലാം ഈ ലോകത്ത് തീർന്നു പോകുന്ന സാധനങ്ങളാണ്. അപ്പം ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കും. അതേസമയത്ത് തന്നെ ഈ ലോകത്തിൽ നമ്മളെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കും. വി ആർ ക്രൂസിഫൈഡ് ടു ദ വേൾഡ് ഫോർ ദ ഓൾ റിമൈനിങ് ഓഫ് അവർ ലൈഫ്. ജീവിതത്തിലെ ബാക്കി റിമൈനിങ് ഡേയ്സ് എല്ലാം വി നോ വൺ തിങ്, വി ആർ ഡെഡ്. വി റെക്കൺ ബട്ട് വി ആർ ഡെഡ് ടു സിൻ. അപ്പോൾ ഈ പാപസംബന്ധമായ മരണം, നമ്മൾ എങ്ങനെയാ പാപത്തെ തോൽപ്പിക്കുന്നത്? The only way to conquer sin is to believe that it is no longer I but Christ lives in me. അത് ഒരു റിയൽ ഫെയ്ത്തായി വരുമ്പോഴാണ് നമ്മൾ പാപത്തിന്മേൽ ജയമെടുക്കുന്നത്. ബിക്കോസ് only Christ is victorious. We are victorious by faith. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ ആ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവ് മരിച്ചപ്പോൾ ഞാനും മരിച്ചു. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല. കണ്ടായിരുന്നോ? കാണാത്ത കാര്യം. ഇനി എഫേസ്യർ 2:6 എന്താ പറയുന്നത്? വായിക്കാമോ? എഫേസ്യർ 2:6. നമ്മോടുള്ള അവൻ്റെ കൃപാ ധനത്തെ വരുംകാലങ്ങളിൽ, തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്, ഇപ്പൊ കാണിക്കുന്നില്ല, വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ കാഴ്ചയിൽ നോക്കിയാൽ നമ്മൾ ഇരിക്കുന്ന എവിടെയാ? ഈ ചർച്ചിലെ ഹാൾ, നല്ല ചെയറിൽ സുഖമായിട്ടിരിക്കുക അല്ലേ? വിശ്വാസത്തിലൊന്ന് നോക്കിയാൽ സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഇനി അവിടെ ഇരുന്നുകൊണ്ട് ഈ ഭൂമിയിലേക്കൊന്ന് നോക്കിയേ. ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ നോക്കി, അവിടെ എന്തൊക്കെയാ നമുക്ക് അറിയാൻ മേല. അവിടെ ഇരിക്കുന്ന പോലെ ഇവിടെ ഇങ്ങോട്ടും നോക്കിക്കേ. ഇവിടെ കാശിന് വേണ്ടി ഓടി നടക്കുന്നു, കസേരയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നു. ഒരുത്തൻ കസേര ഇരിക്കാൻ നോക്കുമ്പോൾ കസേര വലിക്കുന്നു. ഇങ്ങനെയുള്ള കലാപരിപാടി ഇവിടെ നടക്കുന്ന, വഴക്ക്, സഹോദരങ്ങൾ തമ്മിൽ പിണക്കം, ഒരുത്തനെ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ,
ഇതെല്ലാം മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് ലജ്ജ തോന്നും. ശോ, ഇത്രയും വലിയ ധനത്തിനകത്തിരുന്നിട്ട്, ഈ ക്രിസ്തുവിൻ്റെ ധനത്തിനകത്തിരുന്നിട്ട് ഈ ചവറിന് വേണ്ടി കിടന്ന് മല്ല് പിടിക്കുമായിരുന്നല്ലോ എൻ്റെ ജീവിതം മുഴുവനെന്ന് ചിന്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ ഫെയ്ത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ വി ആർ നോട്ട് സിറ്റിംഗ് ഹിയർ, വി ആർ സിറ്റിംഗ് ദെയർ. അതാണ് എറ്റേണൽ റിയാലിറ്റി. ഇത് താൽക്കാലികമാണ്. എത്ര നാൾ നിങ്ങൾ ഈ കസേര ഇരിക്കും? 1 മണി കഴിഞ്ഞ് ആരും ഇവിടെ കാണില്ല. ടെമ്പറൽ. ഒരു 50 വർഷം കഴിഞ്ഞ് ചർച്ചിൽ ആരായിരിക്കും ഉള്ളത്? ഇതെല്ലാം ടെമ്പററി. അതെല്ലാം നമ്മൾ കാണുന്നതെല്ലാം താൽക്കാലികം. വിശ്വാസം എന്നതോ കാണാത്തതിനെ സംബന്ധിക്കുന്നതാണ്. എന്നാൽ ഇന്ന് പാസ്റ്റർമാർ വ്യാഖ്യാനിച്ച് അത് ഇല്ലാത്തതിൻ്റെ ഉറപ്പാക്കി മാറ്റി. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ഹോളിൽ ഇപ്പോൾ ഇല്ലാത്ത ഒന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലെന്നൊക്കെ പറയുന്നത് AC ഇല്ല എന്നൊക്കെ പറയായിരുന്നു. എന്താ ഇല്ലാത്തത്? നിങ്ങൾക്ക് ഇല്ലാത്തൊരു സാധനം സങ്കല്പിച്ച് നോക്കിയാൽ ജോലി. ഓക്കെ, ഇല്ലാത്തതാ. കാണാത്തതാണോ? അല്ല. കാണാത്തത് എന്താ? നമ്മുടെ മധ്യത്തിൽ കർത്താവുണ്ട്, അത് കാണാത്തതാ. കാണുന്നില്ല. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ ഫെയ്ത്ത് ഈസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് സംതിങ് ഇൻ ദിസ് പെരിഷിംഗ് വേൾഡ്, ബട്ട് ഗെറ്റിംഗ് ക്രൈസ്റ്റ്. അല്ലേ? അപ്പോൾ കാണാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മരിച്ചപ്പോൾ ഞാനും മരിച്ചു, അവൻ പുനരുത്ഥാനം ചെയ്തപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ എന്നെ ഇരുത്തിയിരിക്കുന്നു. സംതിങ് ദാറ്റ് ഐ ഹാവ് നോട്ട് സീൻ ബട്ട് ഐ നോ. ഈ നോയിങ്, അതാണ് വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് തരുന്ന നോളജ് എന്ന് പറയുന്നത്. യു ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹെവൻ. അപ്പം നമുക്ക് നഷ്ടം വന്നാലൊന്നും നമുക്ക് കുഴപ്പമില്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു ദിവസം എൻ്റെ ഇതൊക്കെ അവർ കേട്ട് കഴിഞ്ഞാൽ എന്നെ ഓടിക്കും. എന്നെ പഠിപ്പിച്ച ഒരാൾ ഹോസ്പിറ്റലിൽ ഇത്തിരി സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല കേട്ടോ, എൻ്റെ കുഴപ്പമൊന്നും പറയാം. അപ്പോൾ അത് എന്നോട് ചോദിച്ചു, ചേച്ചി വീടൊക്കെ വെച്ചോ? ഞാൻ പറഞ്ഞു എനിക്ക് വീടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു 2 വർഷം മുമ്പ് കണ്ടപ്പോൾ വീട് വെക്കുന്നില്ല, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുന്നതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ സ്വത്തൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട് വെച്ചോ? ഞാൻ പറഞ്ഞു സാറേ, ഉള്ള സത്യം പറഞ്ഞാൽ അന്ന് സാറിനോട് സംസാരിക്കുമ്പോഴും എനിക്ക് വീടുണ്ടായിരുന്നു. അപ്പോൾ നീ കള്ളം പറഞ്ഞാണോ? ഞാൻ പറഞ്ഞു കള്ളം പറഞ്ഞതല്ല, കാരണം നമ്മളൊക്കെ സുശേഷവേലൊക്കെ ഇറങ്ങുന്നതിനൊക്കെ എത്രയോ മുമ്പ് കർത്താവ് നമുക്ക് വേണ്ടി ഒരു വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ നമ്മളെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പം ഇദ്ദേഹം എന്നോട് ചോദിക്കോ, ഓ ആ വീടാണോ? ഓ അതിനകത്ത് എന്താ ഇപ്പൊ ഇൻട്രസ്റ്റ്? പ്രിയ സഹോദരങ്ങളെ, ആ വീട്, അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയെ പോലും വരുന്നില്ല. അതങ്ങനെ ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ ഈ താൽക്കാലികമായ നിവാസത്തിൽ എനിക്ക് വീടില്ല എന്ന് പറഞ്ഞ് കരയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ വീണ്ടില്ല എന്ന് എനിക്കറിയാം. ഫെയ്ത്ത് നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യം തരുന്നത്. എവിടെയും എങ്ങനെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ദൈവം തന്നാൽ ദൈവത്തിന് സ്തോത്രം, തന്നില്ലെങ്കിൽ സ്തോത്രം. പക്ഷെ അതുമാത്രം ആർക്കും എടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെയാണ് ഓൾറെഡി ഇരിക്കുന്നത്. ഇപ്പോൾ ഫെയ്ത്ത് ഓൾവേസ് പുട്ട്സ് മീ വിത്ത് ക്രൈസ്റ്റ്. അതേ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുവാണ്? ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ എനിക്കത് മലിനമായി അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് അതിനോട് ആസക്തി തോന്നുന്നില്ല. ബിക്കോസ് ഐ ആം ഡെഡ്. ഇത് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ പറയുമ്പം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് വരും. ആ ഡെത്ത് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അനുഭവിക്കുന്ന ഒരു ഡെലിവറൻസിലേക്ക് നമ്മൾ വരണം. വി ആർ നോ ലോങ്ങർ എൻറ്റാങ്കിൾഡ് ഇൻ ദിസ് ഫിൽത്തി ട്രിക്കി വേൾഡ്. ഈ ലോകത്തിൽ നമ്മൾ എൻറ്റാങ്കിളായി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നത്? ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് എലോൺ. അപ്പോൾ വിശ്വസിച്ചാൽ മാത്രം മതിയോ ബ്രദറെ? ഒന്നും പ്രവർത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്നവർക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മനസ്സിലായോ എന്താ ചെയ്യുന്നതെന്ന്? ഈ വിശ്വാസം എന്താ ചെയ്യുന്നതെന്ന്? ഈ വിശ്വാസം, ദിസ് ഈസ് വാട്ട് വി കോൾ ലിവിങ് ഫെയ്ത്ത്. ഡെഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്നറിയോ? ഡെഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ 2-3 തരത്തിൽ ഡെഡ് ഫെയ്ത്ത് ഉണ്ട്. ഒരു തരത്തിലുള്ള ഡെഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദന മാറ്റുന്ന ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഡെഡ് ഫെയ്ത്ത് ആണ്. വയറുവേദന മാറുമ്പോൾ കാലുവേദന വരും, കാലുവേദന പോകുമ്പം പനി വരും. അങ്ങനെയല്ലേ നിങ്ങൾക്ക്? കോവിഡ് വരുമ്പം മാറുമ്പം വയറിളക്കം വരും, അത് മാറുമ്പം പുറമേദന വരും, ഇതെല്ലാം മാറുമ്പോൾ ക്യാൻസർ വരും. അതൊരു വിധത്തിൽ പ്രാർത്ഥിച്ച് മാറ്റുമ്പോഴേക്കും 10-100 വയസ്സാവും. ഒരു ജലദോഷം വരും, ശ്വാസം മുട്ട് വരും, ആള് തട്ടിപ്പോകും. അന്നേരം ഏത് പാസ്റ്റർ പിടിച്ച് തലയെ കുലുക്കിയാലും ആള് രക്ഷപ്പെടില്ല. പ്രയോജനമില്ലാത്ത വിശ്വാസം. ആ വിശ്വാസം നല്ലതാണ്, വയറുവേദന മാറ്റാൻ കൊള്ളാം, അല്ലാതെ വേറൊന്നിനും കൊള്ളില്ല. കടഭാരം മാറ്റിത്തരുന്ന ദൈവം കൊള്ളാം, നല്ല വിശ്വാസമാണ്, ഫലം ചെയ്യുന്നില്ല. കടഭാരം മാറ്റാൻ കൊള്ളാം, അതിനപ്പുറത്തേക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കൊള്ളില്ല. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം, ഇതെല്ലാം വിശ്വാസമാണ്, കൊള്ളാം, പരിപാടി കൊള്ളാം. പക്ഷെ ഇതിനൊന്നും രക്ഷയുമായി ബന്ധമില്ല, രക്ഷയുമായി ബന്ധമില്ല.
അതിവിശുദ്ധ വിശ്വാസവുമായി ബന്ധമില്ല. നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് പ്രയോജനം ചെയ്യുന്നില്ല, നമ്മളെ അത്യാഗ്രഹികളാക്കി മാറ്റുന്നതിന് മാത്രമേ പ്രയോജനം ചെയ്യുന്നുള്ളൂ. എന്നാൽ അതിവിശുദ്ധ വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് ക്രിയ ചെയ്യാതിരിക്കുന്നില്ല. That faith will always work out that righteousness. ദൈവത്തിൻ്റെ നീതി അതിലൂടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ വിശ്വാസം നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ക്രിസ്തുവിനെ നേടണം. അപ്പം എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പരിജ്ഞാനം, അല്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, മലയാളത്തിൽ പറയാമെങ്കിൽ ഇങ്ങനെ പറയാം, 3 വാക്കുകളുണ്ട്. 1 വിവരം, മറ്റൊന്ന് അറിവ്, 3 പരിജ്ഞാനം. ആദ്യം വിവരം അറിവും തമ്മിലുള്ള ബന്ധം നോക്കാം. ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, വേണ്ട സാരല്ല. ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ സ്ത്രീയായിട്ട് ജനിക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ത് കഷ്ടപ്പാടാണ്, അധ്വാനം, കിച്ചണിലെ അധ്വാനം, ഗർഭധാരണം, പ്രസവം, അതിൻ്റെ വേദന, കുഞ്ഞുങ്ങളെ വളർത്തൽ. പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിനെല്ലാം കൂടെ വളർത്തുമ്പോൾ അടുത്ത കൊച്ചു വരും. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഇത് ഇങ്ങേർക്ക് എങ്ങനെ അറിയാം? സംഗതി ശരിയാണ്, എനിക്കിത് അറിയില്ലല്ലോ, എനിക്കിതിനെക്കുറിച്ചൊരു വിവരം മാത്രമേ ഉള്ളൂ. അറിയാവുന്ന ആർക്കാണ്? ഓക്കെ, ദൈവം രക്ഷിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം, അതല്ല വിശ്വാസം. ആ രക്ഷ അനുഭവിക്കുമ്പോഴാണ് അത് വിശ്വാസമായിട്ട് വരുന്നത്. ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. അതെന്താണെന്ന് പറയാം. ഞാനൊരു ദിവസം എൻ്റെ പാസ്റ്ററോട് എന്ന് പറയാണ്, ഇവിടുത്തെ കഥയല്ല കേട്ടോ, പാസ്റ്ററോട് എന്ന് പറയാം, പാസ്റ്റർ എൻ്റെ 5 പൈസ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അപ്പോൾ പാസ്റ്റർ പറയും, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം സഹായിക്കും. അപ്പോൾ എനിക്കൊരു വിവരം കിട്ടി. എന്താ വിവരം? പ്രാർത്ഥിച്ചാൽ മതി, ദൈവം സഹായിക്കും. പ്രാർത്ഥിച്ചു, പൈസ കിട്ടി. അപ്പോൾ വിവരം എന്തായി മാറി? അറിവായി മാറി. അപ്പോൾ ഞാൻ വേറൊരാളുടെ പറയും, അറിയാമോ, ദൈവം പ്രാർത്ഥിച്ചാൽ കാശ് തരുന്ന ദൈവം. ഓക്കെ, ഇനി പാസ്റ്റർ ഇത്തിരി ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്ന ഒരാളാണെങ്കിൽ ഞാൻ പാസ്റ്റർ പാസ്റ്റർ കുറേ നാളായിട്ട് എനിക്ക് ദാരിദ്ര്യമാണ്, 5 പൈസ കയ്യില്ല. അപ്പോൾ പാസ്റ്റർ പറയും, നമ്മൾ സുഖത്തിലിരിക്കാനും ദുഃഖത്തിലിരിക്കാനും പഠിക്കണം. ക്രിസ്തു ഒന്നുമില്ലായ്മയിലും സമൃദ്ധിയിലും ഒരുപോലെ ജീവിക്കുന്ന ആളായിരുന്നു. പൗലോസ് പറഞ്ഞു, ആ ക്രിസ്തുവിനെ കൊണ്ട് എനിക്ക് എന്തും സാധിക്കും. എന്തും സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലാത്തടത്തും സന്തോഷിക്കാൻ പറ്റും, കിട്ടിയാൽ ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കാനും പറ്റും. അങ്ങനെ യേശു എന്ത് ചെയ്യുമായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. ചിലപ്പോൾ കാശ് കിട്ടുമായിരിക്കും, ചിലപ്പോൾ കാശ് കിട്ടില്ലായിരിക്കും. പക്ഷെ ക്രിസ്തു ഏത് ഇമോഷൻസിലൂടെയാണ് അതിനെ നേരിട്ടതെന്ന് എനിക്ക് മനസ്സിലാവും, ആത്മാവ് അത് കാണിച്ചു തരും. അതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ വാട്ട് വുഡ് ഹി ഡു? വി വിൽ നെവർ ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. പക്ഷെ അത് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പം തന്നെ ദാറ്റ്സ് എ ഡെലിവറൻസ് ഫോർ മീ. എൻ്റെ ഉള്ളിലേക്ക് ആ വെളിപ്പാട് വരുമ്പോൾ ആ പരിജ്ഞാനം മതി. ആ പരിജ്ഞാനം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഐ ആം എ ഡിഫറെൻറ്റ് പേഴ്സൺ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ശരിയാണോ ഞാൻ പറയുന്നത്? അല്ലേ? അപ്പോൾ യേശു ഇങ്ങനെ ആയിരിക്കുമായിരുന്നു നമുക്കൊരു റെവലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വി ബിക്കം ടോട്ടലി ഡിഫറെൻറ്റ്. ഇങ്ങനെയാണ് ഈ പുതിയ നിയമത്തിൽ നമ്മളെ നീതിമാന്മാരാക്കി കർത്താവ് മാറ്റുന്നത്. ദാറ്റ് ഈസ് വൈ വി ഓൾവേസ് സേ ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ. ഇറ്റ് ഈസ് ഗോഡ് ഡൂയിങ് എവറിത്തിങ് ത്രൂ ദ ഫെയ്ത്ത് ദാറ്റ് ഹി ഹാസ് ഗിവൺ അസ്. ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു അത്ഭുത സാധനമാണ്. നമ്മൾ സാധാരണ ഈ ലോകത്ത് നിങ്ങൾ വിശ്വസിക്ക് എന്ന് പറഞ്ഞാൽ തുള്ളുന്ന ആ സാധനമല്ല ഇത്. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഡ്രോസ് യു ക്ലോസർ ടു ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ബിക്കംസ് യുവർ ഗ്രേറ്റസ്റ്റ് ഇൻഹെറിറ്റൻസ്. ആ കൃപയുടെ വിശ്വാസത്തിൻ്റെ വ്യാപാരമാണ് ഒരു യഥാർത്ഥ ക്രിസ്തീയ സഭയിൽ നടക്കേണ്ടത്. ഈ നിഷ്ഫല ലോകത്തിൽ താൽക്കാലിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള വിശ്വാസമല്ല ഇത്. ദിസ് ഈസ് നോട്ട് ദാറ്റ്. ഇത് ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെൻ്റ് ആണ്. 2 ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ആണ്. ദിസ് ഹാസ് നോ സിമിലാരിറ്റി വിത്ത് ദ അതർ ഫെയ്ത്ത് that we usually see around us. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ഓഹരിക്കാരായി നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദി തോന്നുന്നുണ്ടോ? ശരിക്കും തോന്നുന്നുണ്ടേ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചുമ്മാ ഇരുന്നോ, നോ പ്രോബ്ലം. ഡു യു റിയലി ഫീൽ ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗോഡ്, thankfulness to God? Lord, thank you for giving me this faith to know that I am your child, to know that one day I will be like Christ, to know that only that life, Christ's life, is desirable, only that life which is worth living. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ ജീവനിലേക്ക് ഞങ്ങളെ വിളിച്ചതിനായി, അതിൻ്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനായിട്ട്, ഞങ്ങൾ ഈ ലോകത്തുള്ള എന്തും കർത്താവേ അങ്ങയുടെ ആ തേജസ്സിന് മുമ്പിൽ ഷാഡോസായി മാറുന്ന ആ വെളിച്ചത്തിന് മുമ്പിൽ, when I look into your holiness and your loveliness, everything that surrounds me become just shadows which we can just abandon. കർത്താവെ, അത്ര മഹത്വമേറിയ തേജസ്സിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിനായിട്ട് ഞങ്ങൾ എനിക്ക് നന്ദി പറയുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.